ഞാനൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ വാങ്ങിച്ചാണ് ഇന്ന്. ഞാൻ ഒരു ബുക്ക് കണ്ടു. ചേടാ ഇതെന്തെങ്കിലും ഇരിക്കുന്നത് ജസ്റ്റ് മോന് ഇത്രയും സാധനം മേടിച്ചു തന്നായിരിക്കും ജീൻസ്. എന്നത് അവിടെ നിൽക്കും. ഇതുണ്ടോ? പോണം. നല്ല അടിപൊളി ജീൻസ് അല്ലേ? നല്ല എടാ നിൽക്കുക ചേടൂരും ഉണ്ട് സാധനം. ഇങ്ങനെ അടിപൊളി സ്കിന്നി ജീൻസ്. ഇതാർക്കാ? അത് കൊച്ചിന് ഒരു നിക്കറും ഒരു ടോപ്പും എടുത്തു. അവിടെ നിൽക്കി വേറെ സാധനം ഉണ്ട്. കണ്ണടച്ചേ. ഇഷ്ടപ്പെട്ടോ? എന്റെ അമ്മേ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കൊണ്ടാകത്തെ. എംബികന്റെ പുതിയ ബുക്ക്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ബുക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം അത് എടുത്തിട്ട് അതാണ് നമ്മളൊക്കെ ബാലരമ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലേ? പൂമ്പാറ്റ ഇല്ലായിരുന്നോ? പൂമ്പാറ്റ, കളിക്കുടുക്ക അതൊക്കെ. പക്ഷെ ബാലരമയായിരുന്നു എല്ലാ വെള്ളിയാഴ്ച രാവിലെ വരാൻ കാത്തിരിക്കുന്നത്. ഇവനൊക്കെ വിംബിക്കിട്ട് ഇത് അവനൊരു നിക്കർ എടുത്താ, ഒരു ടീഷർട്ടും എടുത്തു. ജസ്റ്റ് മോനൊരു ഹാൻഡും എടുത്തു. ഞാൻ സെൽഫിഷ് ആണെന്ന് മാത്രം പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? ഞാൻ മാത്രം എടുത്തതൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു ഭാര്യയാണ് ഞാൻ. വെറുതെ അല്ല, കാടൊക്കെ ഇടയ്ക്ക് മണി അടിച്ചായിരുന്നു. ഞാൻ ജസ്റ്റിനെ കാണണോ ഒരച്ചേ? എന്റെ കടലിൽ ഒരച്ചേ ഏതാണേലും അത് തന്നെയല്ലേ? ഏതാണേലും എന്താ മൈമണി ഈസ് മൈമണി, യുവർ മണി ഈസ് മൈമണി. എന്റെ ആപ്തവാക്യം അതങ്ങനെയാണ്. മൈമണി ഈസ് മൈമണി, യുവർ മണി ഈസ് മൈമണി. ഓക്കെ, നിനക്ക് സ്വന്തമായിട്ട് നോ മണി. ഇഷ്ടപ്പെട്ടോ? ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി ജസ്റ്റ്. ടീഷർട്ട് ഞാൻ നോക്കി ജസ്റ്റ്, പക്ഷെ ടീഷർട്ട് ഒന്നും നല്ല കണ്ടില്ല. ഇപ്പൊ വേണ്ട, ഞാൻ നാളെ ഇട്ടോളാം. നാളെ ഓഫീസിൽ. ഗുഡ് ബോയ്, കീപ് ഇറ്റ് അപ്പ്. ഹാപ്പി ആയോ? ബെവർലി ഹിൽസ്. എന്തേ സാറ് ചെറുതൊന്നും ഇടത്തില്ലല്ലോ. ഓ അതിന്റെ വിലയൊന്നും സ്കിന്നി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ സൈസാണോ നോക്കുന്നത്? ജസ്റ്റ് കല്ലിൽ നല്ലതെന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? നല്ലതെന്ന് പറയാൻ. കാരണം ജസ്റ്റിക്ക് എന്നെ സഹിതം എക്സ്ട്രീം സൂപ്പർ സാധനം കിട്ടിയേക്കുന്നോണ്ടേ ജസ്റ്റിക്ക് ഇതോടെ ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ. കിടന്നുറങ്ങിക്കോ, ബൈ.